ഹായ് ഫ്രണ്ട്സ്, ഡബ്ബ കാർട്ടൽ നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 28 മുതൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി വെബ് സീരീസ് ആണ് ഡബ്ബ കാർട്ടൽ. 7 എപ്പിസോഡുകളാണുള്ളത്. ഓരോ എപ്പിസോഡിനും ദൈർഘ്യം 45 മിനിറ്റിനും 55 മിനിറ്റിനും ഇടയിലാണ്. മുംബൈയിലെ താനയിൽ ഒരുപറ്റം സ്ത്രീകൾ ഡബ്ബ ബിസിനസ്സിൽ ഏർപ്പെടുന്നു. ഡബ്ബ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ, ഉച്ചഭക്ഷണത്തിനായുള്ള ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, അത് ജോലി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കുന്ന ഒരു ജോലിയാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഡബ്ബ ബിസിനസിന്റെ കൂടെ അവർക്ക് ഡ്രഗ് ബിസിനസ് കൂടി നടത്തേണ്ടി വരുന്നു. അതായത് ടിഫിൻ ബോക്സിന്റെ ഉള്ളിൽ ഡ്രഗുകളും കൂടി കയറ്റി വിട്ടുകൊണ്ട് ഇങ്ങനെ ചില ഏജന്റുകളായി മിഡിൽമെൻ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ സ്ത്രീകളാണ്, മിഡിൽ പേഴ്സൺസ് ആയിട്ട് ഇവർ ജോലി ചെയ്യുന്നു. ഇവർക്ക് ഈ മേഖലയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് ഇല്ലീഗൽ ബിസിനസ് ആണ്. പൊതുവെ ക്രിമിനലുകളും കുറ്റവാസനയൊക്കെ ഉള്ളവർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായും പല ചാലഞ്ചുകളും വരും, ത്രട്ടുകൾ ഉണ്ടാവും, അണ്ടർവേൾഡിന്റെ ചില സഹായങ്ങളോ ചിലപ്പോൾ എതിർപ്പുകളോ ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിലാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. സീരീസിന്റെ ഏറ്റവും വലിയൊരു നല്ല ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ട്. അതുപോലെ നമ്മൾ പൊതുവേ കാണാത്തൊരു കഥാപശ്ചാത്തലമാണ്. ഇങ്ങനെ സ്ത്രീകൾ ഡ്രഗ് ബിസിനസ് നടത്തുന്ന ഒരു ടോപ്പിക്ക് ഇതിനു മുമ്പ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ സീരീസ് ഇൻഡസ്ട്രിയിലോ നമ്മളധികം കണ്ടൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ടോപ്പിക്കിനൊരു പുതുമയുണ്ട്. ആ പുതുമയുടെ കൂടെ കഥാപാത്രങ്ങളുടെ ആ ഒരു ഒത്തൊരുമയും നല്ല ടൈറ്റായുള്ള സ്ക്രിപ്റ്റ്, കുറച്ചൊക്കെ ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പൊതുവെ പല മൂവികൾക്കും സീരീസുകൾക്കും പറ്റുന്നത് അങ്ങനെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലൈമാക്സ് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കും. ഇവിടെ ക്ലൈമാക്സ് ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ഈ സ്ത്രീകൾക്ക് വരുന്ന ചാലഞ്ചുകൾ കൂടിക്കൂടി വന്നു ക്ലൈമാക്സിലെത്തുമ്പോൾ അതൊരു അൾട്ടിമേറ്റ് ചാലഞ്ചായി മാറുന്നു. അങ്ങനെ സെക്കൻഡ് സീസണിന് വേണ്ടി നമ്മളെ കാത്തിരിപ്പിക്കുന്ന രീതിയിലാണ് സീരീസിന്റെ എൻഡിങ്. കഥാപാത്രങ്ങളുടെ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പ്രകടനങ്ങളാണ്. ഒന്ന്, ഷബാന ആസ്മി. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ, 1-ാം നമ്പർ ഷബാന ആസ്മിയാണ്, 5 എണ്ണം. 2-ാം സ്ഥാനത്താണ് അമിതാഭ് ബച്ചൻ, 4. 3-ാം സ്ഥാനത്ത് മമ്മൂട്ടി, കമൽഹാസൻ, അജയ് ദേവ്ഗൺ, 3. പക്ഷെ ഇതിലെ കാസ്റ്റിംഗ് കണ്ട് തുടക്കത്തിൽ ഒരു 3-4 എപ്പിസോഡുകൾ ഷബാന ആസ്മിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയ സംഭവം തോന്നിയില്ല. കാരണം ഇവരുടെ അധിക സിനിമകളൊന്നും ഞാൻ കണ്ടില്ല. നാഷണൽ അവാർഡൊക്കെ കുറെ കിട്ടിയിട്ടുണ്ടെങ്കിലും പൊതുവെ ചെയ്യുന്നത് സമാന്തര സിനിമകളാണ്. അതുകൊണ്ട് തന്നെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അവസാന എപ്പിസോഡ് ഫിനാലെയൊക്കെ എത്തുമ്പോൾ ആ ഒരു പവർഫുൾ പ്രകടനം, കാരണം എന്താണ് കഥാപാത്രത്തിന് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടുള്ള മെച്യൂർഡായിട്ടുള്ള പ്രകടനം. ഇവർക്ക് 74 വയസ്സുണ്ട്, അത് നമ്മൾ പറയണം. മമ്മൂട്ടിയുടെ വയസ്സാണ്, പക്ഷെ സ്ത്രീകൾക്ക് പൊതുവെ വയസ്സ് കൂടുതൽ തോന്നിക്കുമല്ലോ. അപ്പോൾ ആ ഒരു 74 വയസ്സിൽ നല്ല ഡയലോഗ് ഡെലിവറി, മുഖത്തൊക്കെ വരുന്ന ആ ഒരു എക്സ്പ്രഷനൊക്കെ വളരെ നല്ല രീതിയിൽ ഷബാന ആസ്മി കൊടുത്തിട്ടുണ്ട്. 2, നിമിഷ സജയൻ. ഈ സീരീസ് കാണുന്നത് മുതൽ ക്ലൈമാക്സ് വരെ എന്നെ ഹാപ്പിയായി ഇരുത്തിയ ഒരു ഫാക്ടർ നിമിഷയാണ്. അവർ മലയാളം ഇൻഡസ്ട്രിയിൽ നേരിടുന്ന പ്രധാന വിമർശനം വളരെ സീരിയസ് എന്ന് പറഞ്ഞ ഭാവത്തോടെ ഇരിക്കുന്നു എന്നാണ്. പക്ഷേ ഈ സീരീസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിമിഷ സജയന്റെ പ്രകടനത്തിന് വേണ്ടി മാത്രം ഇത്രയും ലൈറ്റായിട്ട് കോമിക്കായിട്ട് അവർ അഭിനയിച്ച ഒരു സിനിമ നിങ്ങൾക്ക് മുമ്പ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, അവരുടെ കംഫർട്ട് സോണിന് പുറത്താണ്. മലയാളമായിരിക്കും എന്തായാലും കംഫർട്ട് സോൺ. ഹിന്ദിയിൽ പോയി ഒരു മറാഠി മെയ്ഡായിട്ടാണ് അവർ ഇതിലുള്ളത്. ഹിന്ദി സ്ലാങ് പിടിച്ചുകൊണ്ട്, അത് മറാത്തി ടൈപ്പ് ഹിന്ദി പിടിച്ചുകൊണ്ട് അവർ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പ്രകടനം, ഇതിൽ ഷബാന ആസ്മിക്ക് മേലെയാണ് നിമിഷ സജയൻ അഭിനയിച്ചിരിക്കുന്നത്. 3-ാമത് ജ്യോതിക അത്യാവശ്യം കുറച്ച് ടൈറ്റായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 4-ാമത് എടുത്ത് പറയേണ്ടത് ശാലിനി പാണ്ഡെ. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, അധികം മെച്യൂരിറ്റി ഒന്നുമില്ല, എന്നാലും കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം. വളരെ ക്യൂട്ടായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ്. 5, അഞ്ജലി ആനന്ദ്. 6, സായി തംഹാങ്കർ. ഈ 2 പേരും അത്യാവശ്യം സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. ബാക്കിയുള്ളവരെ പോലെ അത്രയും സ്ക്രീൻ സ്പേസ് ഇവർക്ക് ഇല്ലെങ്കിൽ കൂടി സീരീസിനെ ഓരോരോ ആംഗിൾ എത്തിക്കുന്നത് ഇവരുടെ കഥാപാത്രങ്ങളാണ്. ഇനി മെയിൽ കഥാപാത്രങ്ങളിലേക്ക് എത്തിയാൽ, 1, ഗജരാജ് റാവു. മലയാളത്തിലാണെങ്കിൽ സിദ്ദിഖോ സായികുമാർ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു റോളാണ്. അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ ഒക്കെ പീക്ക് എന്ന് പറയാൻ പറ്റിയ രീതിയിലാണ് ഗജരാജ് റാവു അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ബംഗാളി നടൻ ജിഷു സെൻഗുപ്ത. അദ്ദേഹം ടിപ്പിക്കലായി ബോളിവുഡ് ചെയ്യുന്ന ഒരു റോളുണ്ട്. ഒരു സീനിയർ ആക്ട്രസിൻ്റെ ഭർത്താവായിട്ട്
അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു റോളാണ് അദ്ദേഹം അധികവും അങ്ങനെയാണ് ചെയ്യാറ്. അദ്ദേഹം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിൽ നിർബന്ധമായും ടിക്കേണ്ട ഒരു കാര്യമാണ് LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടലായിട്ട് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റ് കാണണമെങ്കിൽ, നല്ല പവർഫുൾ ആയുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടി, കഥാപാത്രങ്ങൾ തമ്മിലുള്ള നല്ലൊരു കെമിസ്ട്രി കാണാൻ വേണ്ടി, ക്ലിഫ് ഹാങ്ങറിൽ നിർത്തുന്ന ഒരു ത്രില്ലിംഗ് ആയ അനുഭവം കാണാൻ വേണ്ടി ഡബ്ബ കാർട്ടൽ കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ ഈ സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5.